വചനസാരം വചനസാരം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, J.R.R. ടോൾക്കിൻ്റെ വിശ്വപ്രശസ്ത നോവലിൽ തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നടത്തുന്ന ഒരു യാത്രയുണ്ട്. കൂടെ കൂടിയവരൊക്കെ പാതി വഴിയിൽ യാത്ര നിർത്തുമ്പോൾ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആ കുറുകിയ മനുഷ്യൻ സകല പ്രതിസന്ധികളെയും മറന്ന് മുന്നോട്ട് തന്നെ. ഒടുവിൽ വിജയം അവന് മാത്രം സ്വന്തം. നാം വായിക്കുന്നുണ്ട്, യാത്രകൾ തുടരുകയാണ്, എത്രമേൽ സരസമാം ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. ഈ നിമിഷമാണ് നിൻ പറുദീസ മുന്നോട്ട്. ക്രിസ്തു വഴി കഠിനമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയെ പിൻചൊല്ലുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർക്കുണ്ടാകേണ്ട മനോഭാവമാണ്. ഈശോയെ പിൻചൊല്ലുവാൻ വേണ്ടി കലപ്പയിൽ കൈവച്ചതിന് ശേഷം ഈ ലോകത്തിലെ മറ്റ് സുഖ സന്തോഷങ്ങളുടെ പുറകെ പോകുവാനുള്ള ഒരു ജീവിത മാർഗമല്ല, മറിച്ച് നിനക്കുള്ളതെല്ലാം നിന്റെ ഉള്ളും ഉള്ളവും തമ്പുരാന് കൊടുത്തുകൊണ്ട് തമ്പുരാന്റെ പുറകെ നിന്റെ കുരിശും എടുത്തുകൊണ്ട് നീ പോണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗം. ക്രിസ്തീയ ജീവിതത്തിൽ ഈശോയെ സ്വന്തമാക്കുവാൻ, ഈശോയെ പങ്കുവയ്ക്കുവാൻ, ഈശോയെ പ്രഘോഷിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകേണ്ട മനോഭാവം. ഈശോയായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി. ഈ ലോകത്തിലെ മറ്റു സുഖങ്ങളൊന്നും ബന്ധങ്ങളൊന്നും നേട്ടങ്ങളൊന്നും നമ്മളെ പ്രലോഭിപ്പിക്കാതെ ഈശോയെ മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഇന്നത്തെ സുവിശേഷം നമ്മളെ ഒരുക്കുകയാണ്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായിട്ട് നമുക്ക് പരിശീലിക്കാം. വചനസാരം വചനസാരം.